ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സവാള ഫുള്ളെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിക്കൊന്ന് വെന്ത് വരണം. അതിനൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളി കൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മുട്ട ഇങ്ങനെ കുഞ്ചി പൊട്ടിക്കാതെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലനെ അതൊരു അരുവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടു, മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി റെഡി.